ഹലോ എവ്രി വൺ. +2 ഇംഗ്ലീഷിലെ ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന യൂണിറ്റിലെ മാച്ച് ബോക്സ് എന്ന് പറയുന്ന സ്റ്റോറി നമുക്ക് ഡിസ്കസ് ചെയ്യാം. റിട്ടൺ ബൈ ആശാപൂർണ ദേബി. മാച്ച് ബോക്സ് ബൈ ആശാപൂർണ ദേബി. സോ അബൌട്ട് ദ ഓഥർ, Ashapurna Debi, born in the year 1909 to 1995, is a prominent Bengali novelist and poet, widely honored with a number of prizes and awards. So, ഒരു ബംഗാളി നോവലിസ്റ്റ് ആണ്, പോയറ്റ് ആണ്. സോ ഒരുപാട് അവാർഡ്സും പ്രൈസസും ലഭിച്ച വ്യക്തിയാണ് ആശാപൂർണ ദേബി. She was awarded the Jnanapith Award and the Padma Shri by the Government of India in 1976 and the degree of D.Lit by the Universities of Jabalpur, Rabindra Bharati, Burdwan and Jadavpur. So, ആശാപൂർണ ദേബിക്ക് 1976 ജ്ഞാനപീഠ അവാർഡും അതുപോലെ തന്നെ പത്മശ്രീ അവാർഡും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ D.Lit, she was awarded the D.Lit degree by the Universities of Jabalpur, Rabindra Bharati, Burdwan and Jadavpur. Okay, for her contribution as a novelist and short story writer, the Sahitya Akademi conferred its highest honor, the fellowship, in 1994. So, novelist item, short story writer ഉള്ള അവരുടെ കോൺട്രിബ്യൂഷൻ, അവരുടെ റൈറ്റിങ്സ്, അവരുടെ ഒരുപാട് നോവൽസും ഷോർട്ട് സ്റ്റോറീസും ഒക്കെ കൊണ്ട് സാഹിത്യ അക്കാദമി അതിൻ്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഓണർ, അതിൻ്റെ ഫെലോഷിപ്പ് 1994 ആശാപൂർണ ദേവിക്ക് നൽകി. This short story is translated from Bengali by Prasenjit Gupta, a translator and writer. So, e short story, Matchbox എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി, it was originally written in Bengali. ബംഗാളിയിലാണ് യഥാർത്ഥത്തിൽ എഴുതിയിട്ടുള്ളത്. അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് പ്രസേൻജിത്ത് ഗുപ്ത എന്ന് പറയുന്നൊരു റൈറ്റർ കം ട്രാൻസ്ലേറ്റർ ആണ്. ഓക്കെ, സോ വി ക്യാൻ മൂവ് ടു ദ ലെസൺ. Matchbox. There are two ways of spreading light: to be the candle or the mirror that reflects it. So, വെളിച്ചം വിതറാനായിട്ട് രണ്ട് വഴികളുണ്ട്. There are two ways of spreading light. To be the candle, ഒന്ന് മെഴുകുതിരിയാകുക, or the mirror that reflects it, അല്ലെങ്കിൽ അത് പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാകുക. Okay, women should choose between being a candle or a mirror and work for their own emancipation as well as for the generations to come. സോ സ്ത്രീകൾ എന്താവണമെന്ന് അവർ സ്വയം തീരുമാനിക്കണം. വിമൻ ഷുഡ് ചൂസ് ബിറ്റ്വീൻ ബീയിങ് എ കാൻഡിൽ ഓർ എ മിറർ. അതായത് പ്രകാശം പരത്തുന്ന കാൻഡിലാവണോ, മെഴുകുതിരി ആവണോ, അതോ അത് പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടി ആവണോ എന്ന് സ്ത്രീകളാണ് തീരുമാനിക്കേണ്ടത്. ആൻഡ് വർക്ക് ഫോർ ദിയർ ഓൺ ഇമാൻസിപ്പേഷൻ ആസ് വെൽ ആസ് ഫോർ ദ ജനറേഷൻസ് ടു കം. സോ എന്നിട്ട് അവരുടെയും വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കണം. Okay, so women have to decide whether they should be the candle or the mirror that reflects it. Okay, moving on to the lesson, Matchbox. I always compare women to matchboxes. So, writer പറയാണ്, ഞാൻ സ്ത്രീകളെ മാച്ച് ബോക്സുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. മാച്ച് ബോക്സ് മീൻസ് തീപ്പെട്ടി. ഐ ഓൾവേസ് കമ്പയർ വിമൻ ടു മാച്ച് ബോക്സസ്. വൈ? എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ കമ്പയർ ചെയ്യുന്നത്? Because of the way matchboxes are. Even though they have enough gunpowder to set 100 langas aflame, they sit around meek and innocent in the kitchen, in the pantry, in the bedroom, here, there, anywhere. Women too are exactly the same. സോ ഞാൻ എപ്പോഴും ഐ ഓൾവേസ് കമ്പയർ വിമൻ ടു മാച്ച് ബോക്സസ്. ഞാൻ മാച്ച് ബോക്സസുമായിട്ടാണ്, തീപ്പെട്ടിയുമായിട്ടാണ് സ്ത്രീകളെ കമ്പയർ ചെയ്യുന്നത്. വൈ? അതിനുള്ള കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദ വേ മാച്ച് ബോക്സസ് ആർ. മാച്ച് ബോക്സസ് അതിൻ്റെ രീതി കൊണ്ടാണ് ഞാൻ അങ്ങനെ കമ്പയർ ചെയ്യുന്നത്. ഈവൻ ദോ ദേ ഹാവ് ഇനഫ് ഗൺ പൗഡർ ടു സെറ്റ് 100 langas aflame. സോ ആ തീപ്പെട്ടിക്കകത്ത് ആവശ്യത്തിലധികം, അതായത് ഒരു തീപ്പെട്ടിക്കകത്ത് തന്നെ 100 ലങ്കകളെ, ലങ്കാസ് അഫ്ലെയിം. അഫ്ലെയിം മീൻസ് എന്താണ്? അഫ്ലെയിം മീൻസ് കത്തുക. ഒരു 100 ലങ്കാസ് റെഫറൻസ് ടു ലങ്ക, ശ്രീലങ്ക, ലങ്ക, രാവണാസ് ലങ്ക, രാവണൻ്റെ ലങ്കയെ പോലത്തെ 100 ലങ്കകളെ കത്തിക്കാനുള്ള ഒരു തീപ്പൊരി അല്ലെങ്കിൽ കത്തിക്കാനുള്ള വെടിമരുന്ന് ഒരു തീപ്പെട്ടിക്കകത്തുണ്ട്. ഓക്കെ,
പക്ഷേ ദേ സിറ്റ് അറൗണ്ട് മീക്ക് ആൻഡ് ഇന്നസെൻറ്റ് ഇൻ ദ കിച്ചൺ. പക്ഷേ ആ തീപ്പെട്ടി എവിടെയാണ് ആക്ച്വലി ഇരിക്കുന്നത്? കിച്ചണിനകത്തോ? ഓക്കെ. പക്ഷെ അവ വളരെ സാധുക്കളും അല്ലെങ്കിൽ നിർദോഷികളായി അടുക്കളയിലും കലവറയിലും കിടക്കമുറിയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് തീപ്പെട്ടികൾ ഇരിക്കാറുള്ളത്. ഓക്കെ. സോ അതുപോലെ തന്നെയാണ് സ്ത്രീകളും എന്നാണ് പറയുന്നത്. ദേ സിറ്റ് അറൗണ്ട് മീക്ക് ആൻഡ് ഇന്നസെൻറ്റ് ഇൻ ദ കിച്ചൺ, കിച്ചണിലോ അല്ലെങ്കിൽ ഇൻ ദ പാൻട്രി. പാൻട്രി മീൻസ് കലവറ, ഒരു ചെറിയ കിച്ചണിനടുത്തുള്ള സ്ഥലം. ദെൻ ഇൻ ദ ബെഡ്റൂം, ബെഡ്റൂമിലോ അല്ലെങ്കിൽ ഹിയർ ദെയർ എനിവെയർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. വിമൻ ടു ആർ എക്സാക്ട്ലി ദ സെയിം. സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. എന്താണ്? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് സ്ത്രീകളും ഇരിക്കാറുള്ളത്. പക്ഷേ അവരുടെ ഉള്ളിൽ എന്താണ്? 100 ലങ്കകളെ കത്തിക്കാനുള്ള ആ ഒരു തീപ്പൊരിയുണ്ട്. എന്നാൽ പോലും അവരിയ്ക്കുന്നത് ഇതുപോലുള്ള മീക്കായിട്ടുള്ള ഇന്നസെൻ്റ് ആയിട്ടുള്ള സറൗണ്ടിങ്സിലായിരിക്കും, കിച്ചണിലും കലവറയിലും അങ്ങനെയൊക്കെ. ഓക്കെ. യു വോണ്ട് എൻ എക്സാമ്പിൾ? ദ റൈറ്റർ ഈസ് ആസ്കിങ്. അതിനുള്ളൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് വേണോ? സോ ഹിയർ ഇസ് ദാറ്റ് എക്സാമ്പിൾ. Then look carefully at that enormous 3-story house in front of us. So അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ മുൻപിലുള്ള 3-storied ഹൗസ്, ഞങ്ങൾക്ക് മുന്നിലുള്ള ആ 3 നിലകളുള്ള വീട്, വലിയ വീട്ടിലേക്കൊന്ന് നോക്കൂ. സൺഡേ മോർണിംഗ്. സോ സൺഡേ ആണ്. ദ വാഷർമാൻ ഹാസ് കം ആൻഡ് ഇസ് വെയിറ്റിംഗ്. സോ തുണികൾ കഴുകാനുള്ളത് വാഷർമാൻ ഹാസ് കം ആൻഡ് ഇസ് വെയിറ്റിംഗ്. Moments before handing over a heap of Ajit's dirty clothes to the washerman, Nomita goes through the pockets one last time and discovers the letter. So വാഷർമാൻ്റെ കയ്യിൽ അജിത്തിൻ്റെ ഡ്രസ്സുകളെല്ലാം നനയ്ക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. So moments before handing over a heap of Ajit's dirty clothes to the washerman, Nomita, the character, Nomita goes through the pockets one last time and discovers the letter. So നോമിത ക്യാരക്ടറിൻ്റെ പേരാണ്. അജിത്ത് അവരുടെ ഹസ്ബൻഡാണ്. സോ അജിത്തിൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളെല്ലാം നനയ്ക്കാൻ വേണ്ടി, വാഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ആ പോക്കറ്റുകളെല്ലാം, ഒരുപാട് ഹീപ്പ് ഓഫ് ക്ലോത്ത്സ് ഉണ്ട്, അതിൻ്റെ പോക്കറ്റ്സൊക്കെ വീണ്ടും ഒരിക്കൽ കൂടി നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴേക്കും ഷീ ഡിസ്കവേഴ്സ് എ ലെറ്റർ. എ ട്വിസ്റ്റഡ് crumpled envelope with its mouth torn and on the envelope Nomita's name. സോ അതെങ്ങനെയുള്ളതായിരുന്നു? ഒരു ചുരുട്ടിക്കൂട്ടിയ രീതിയിലുള്ള ഒരു ട്വിസ്റ്റഡ് ക്രംബിൾഡ് എൻവലപ്പ്. സോ ചുരുട്ടിക്കൂട്ടിയ രീതിയിലുള്ളൊരു എൻവലപ്പാണ്, ഒരു കത്താണ്. വിത്ത് ഇറ്റ്സ് മൗത്ത് ടോൺ ആൻഡ് ഓൺ ദ എൻവലപ്പ് നോമിതാസ് നെയിം. സോ എങ്ങനെ ചുരുട്ടിക്കൂട്ടി കീറിയൊരു കവറായിരുന്നു അത്. അതിൽ നോമിതയുടെ പേരായിരുന്നു ആ ലെറ്ററിൽ കണ്ടത്. ഓക്കെ. A flame goes up in all Nomita's nerves and veins. She drops the clothes in her hand and sits on the bed to open the letter. The first thing she looks at is the date. Going by the date, the letter must have come about 3 days earlier. So അത് കണ്ടപ്പോൾ തന്നെ എങ്ങനെയാണ് പെട്ടെന്ന് ഷീ ബിക്കെയിം എ ഫ്ലെയിം ഗോസ് അപ്പ് ഡോപ്പ് ഇൻ ഓൾ നോമിതാസ് നെർവ്സ് ആൻഡ് വെയിൻസ്. എന്ന് വെച്ചാൽ അവർ രോഷാകുലയാവുക, അവർക്ക് ദേഷ്യം വന്നു. ഓക്കെ. സോ ആ ക്ലോത്ത്സ് എല്ലാം അവിടെ തന്നെ ഇട്ടിട്ട് ഷീ സിറ്റ്സ് ഓൺ ദ ബെഡ് ടു ഓപ്പൺ ദ ലെറ്റർ വായിക്കാൻ വേണ്ടിയിരിക്കുന്നു. ആദ്യം അവർ നോക്കിയത് എന്താണ്? ദ ഫസ്റ്റ് തിങ് ഷീ ലുക്സ് അറ്റ് ഇസ് ദ ഡേറ്റ് ആണ് അവർ ആദ്യം നോക്കിയത്. എന്നാണ് ഈ ലെറ്റർ ഡെലിവർ ആയത്, എന്ന് ഈ ലെറ്റർ കിട്ടിയതാണ്. ഗോയിങ് ബൈ ദ ഡേറ്റ്, ദ ലെറ്റർ മസ്റ്റ് ഹാവ് കം അബൌട്ട് 3 days earlier. അവർക്ക് മനസ്സിലായി ഒരു 3 ദിവസം മുന്നേയെങ്കിലും വന്ന ലെറ്ററാണ് ഇതെന്ന് അവർക്ക് മനസ്സിലായി. ഷീ ടേൺസ് ഓവർ ദ എൻവലപ്പ് and matches the postmark to the date. That too bears the same witness. സോ അവർ എൻവലപ്പിനെ തിരിച്ചു നോക്കുന്നു. ഷീ ടേൺസ് ഓവർ ദ എൻവലപ്പ് ആൻഡ് മാച്ചസ് ദ പോസ്റ്റ് മാർക്ക് ടു ദ ഡേറ്റ്. സോ എങ്ങനെയാണ് പോസ്റ്റ് ഓഫീസ് മാർക്കിൽ നിന്നും അത് വ്യക്തമാണ് എന്താണ്, അതൊരു 3 ദിവസം മുമ്പെങ്കിലും. ദാറ്റ് ടു ബെയർസ് ദ സെയിം വിറ്റ്നസ്, അതായത് 3 ദിവസങ്ങൾക്ക് മുന്നേ അത് കിട്ടിയ ലെറ്റർ ആണ് എന്ന് നോമിതയ്ക്ക് മനസ്സിലാവുന്നു. ഓക്കെ. യെസ്, ദ ലെറ്റർ കെയിം 3 days ago. 3 ദിവസം മുൻപാണ് ആ ലെറ്റർ അവിടെ വന്നത് എന്ന് ഷീ അണ്ടർസ്റ്റാൻഡ്സ്. ഓക്കെ, നോമിത അത് മനസ്സിലാക്കുന്നു. അജിത് ഹാസ് ഓപ്പൺഡ് ഇറ്റ് ആൻഡ് റീഡ് ഇറ്റ്, then crumpled it and twisted it and dropped it into his pocket and left it there.
hasn't felt the need to mention it even once to Nomita. സോ ആ ലെറ്റർ അജിത്തിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരു 3 ദിവസമെങ്കിലും കഴിഞ്ഞിരിക്കുന്നു. അജിത്ത് ഹാസ് ഓപ്പൺഡ് ഇറ്റ് ആൻഡ് റെഡ് ഇറ്റ്. അജിത്ത് അത് ഓപ്പൺ ചെയ്തിരിക്കുന്നു, അതുപോലെ അത് വായിച്ചിരിക്കുന്നു. ദെൻ ക്രംബിൾഡ് ഇറ്റ് ആൻഡ് ട്വിസ്റ്റഡ് ഇറ്റ് ആൻഡ് ഡ്രോപ്ഡ് ഇറ്റ് ഇൻ ടു ഹിസ് പോക്കറ്റ് ആൻഡ് ലെഫ്റ്റ് ഇറ്റ് ദെയർ. സോ അത് വായിച്ചിരിക്കുന്നു, എന്നിട്ട് അതിനെ ചുരുട്ടിക്കൂട്ടി വീണ്ടും പോക്കറ്റിൽ തന്നെ ഇട്ട് അവിടെ ഉപേക്ഷിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. hasn't felt the need to mention it even once to Nomita. നോമിതയോട് അത് പറയണം എന്നുള്ള ഒരു തോന്നൽ പോലും അജിത്തിന് ഉണ്ടായിട്ടില്ല. The flame that had gone up top now burns steadily, hissing, sounding its note on each of her mind's strings. So ആ ഒരു, അതായത് 3 ദിവസം മുന്നേ അവൾക്ക് കിട്ടിയതാണ് എന്നുള്ള ആ ഒരു അറിവ് അവൾക്ക് ഭയങ്കരമായിട്ട് അവൾക്ക് ഭയങ്കരമായി ദേഷ്യം ഉണ്ടായി. ഓക്കെ, അത് അവളെ ഒന്ന് അറിയിക്കണം എന്നതുപോലും അയാൾക്ക് തോന്നിയില്ല. സോ അവളുടെ മനസ്സിൽ ആ ഒരു ആങ്കർ, ആ ഒരു ദേഷ്യം ഇങ്ങനെ നിർത്താതെ, അതായത് അതിങ്ങനെ തോന്നിക്കൊണ്ടേയിരുന്നു. അതായത് ഈ ഒരു ലെറ്റർ 3 ദിവസം മുന്നേ വന്നതാണ്, പക്ഷേ അത് ഇതുവരേക്കും അജിത്ത് നോമിതയോടൊന്ന് പറഞ്ഞിട്ട് പോലുമില്ല. ബിക്കോസ് ദിസ് ഇൻസിഡൻറ്റ് ഇസ് നോട്ട് എ കാഷ്വൽ ഓവർസൈറ്റ്, ഇറ്റ്സ് ഡെലിബറേറ്റ്. എന്ന് വെച്ചാൽ എന്താണ്, അത് അറിയാതെ അങ്ങ് മറന്നുപോയതല്ല. ഓക്കെ, ദിസ് ഇസ് നോട്ട് എ കാഷ്വൽ ഓവർസൈറ്റ്, ഇറ്റ്സ് ഡെലിബറേറ്റ്. മനഃപൂർവ്വമായിട്ടുള്ള പ്രവൃത്തിയാണ് അജിത്തിൻ്റെ ഭാഗത്ത് നിന്ന്. ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു പ്രവൃത്തിയായിട്ടാണ് നോമിതയ്ക്ക് തോന്നിയത്. സോ ഷീ ബിക്കെയിം വെരി മച്ച് ആംഗ്രി. അജിത്ത്സ് നേച്ചർ ഇസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. അജിത്തിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. സംഹൗ ഹി ഹാസ് ഗെയിൻഡ് പൊസിഷൻ ഓഫ് ദ കീ ടു ദ ലെറ്റർ ബോക്സ്, ഫിഷിംഗ് ഇറ്റ് ത്രൂ ദ ഗ്യാപ്സ് among the 52 hands of this joint family. And whenever there is a letter with Nomita's name on the envelope, he opens and reads it first, and only then does he give it to her. So somehow he has gained possession of the key to the letter box, fishing it through the gaps among the 52 hands of this joint family. സോ ഒരു കൂട്ടുകുടുംബത്തിലാണ് ഇവർ ജീവിക്കുന്നത്. സോ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അജിത്തിന് എങ്ങനെയോ ആ ലെറ്റർ ബോക്സിൻ്റെ താക്കോല് കയ്യിൽ കിട്ടി. സോ ആ ഒരു ജോയിൻറ്റ് ഫാമിലി, ഇത്രയും ആൾക്കാരുള്ള 52 hands of this joint family means the members were 26. ഓക്കെ, 26 അംഗങ്ങളുള്ള ആ ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ നിന്ന് അതിനിടയിൽ കൂടിയും എങ്ങനെയോ ആ ലെറ്റർ ബോക്സിൻ്റെ താക്കോൽ അജിത്തിൻ്റെ കയ്യിലാണ് ഉള്ളത്. Okay, and whenever there is a letter with Nomita's name on the envelope, he opens and reads it first. So എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ലെറ്റർ നോമിതയുടെ പേരിലാണ് എങ്കിൽ അയാൾ അത് ആദ്യം എടുത്ത് അത് തുറന്ന് വായിക്കും. ആൻഡ് ഓൺലി ദെൻ ഡാസ് ഹി ഗിവ് ഇറ്റ് ടു ഹർ. എന്നിട്ട് മാത്രമേ അയാളത് അവൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുള്ളൂ. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഓഫൻ ടൈംസ് ഹി ഡസൻറ്റ് ഗിവ് ഇറ്റ് ടു ഹർ അറ്റ് ഓൾ. മിക്കവാറും ലെറ്റർ അങ്ങനെ എന്തെങ്കിലും വരാറുണ്ടെങ്കിൽ അയാൾ നോമിതയ്ക്ക് കൊടുക്കാറ് പോലും ഇല്ല. At least that is the suspicion that has taken deep root in Nomita's mind. So അതുകൊണ്ടാണ് at least that is the suspicion means doubt. നോമിതയ്ക്ക് ഒരു ആഴത്തിലുള്ള ഒരു സംശയം തോന്നാനുള്ള കാരണം ഇതാണ്. അതായത് നോമിതയുടെ പേരിൽ ലെറ്റർ വരികയാണെങ്കിൽ അജിത്ത് അത് വായിക്കുന്നുണ്ട്, എന്നാൽ പോലും നോമിതയെ അത് അറിയിക്കുന്നില്ല, മിക്കവാറും അത് കൊടുക്കാറ് പോലും ഇല്ല. Even though to this day Ajit cannot truthfully make the claim that he has been able to discover any letter in the slightest degree suspicious. So അജിത്തിൻ്റെ മനസ്സിലുള്ള ആ ഒരു സംശയം കാരണമാണ് അജിത്ത് ഇങ്ങനെ ചെയ്യുന്നത്, നോമിതയ്ക്ക് വരുന്ന ലെറ്റേഴ്സ് എടുത്ത് വായിക്കുന്നത്. പക്ഷേ ഇന്നേ വരേക്കും അജിത്ത് കനോട്ട് ട്രൂത്ത്ഫുള്ളി മേക്ക് ദിസ് ക്ലെയിം ദാറ്റ് ഹി ഹാസ് ബീൻ ഏബിൾ ടു ഡിസ്കവർ എനി ലെറ്റർ ഇൻ ദ സ്ലൈറ്റസ്റ്റ് ഡിഗ്രി സസ്പീഷ്യസ്. എന്തെങ്കിലും തരത്തിൽ സംശയാസ്പദമായിട്ടുള്ള രീതിയിലുള്ള ഒരു ലെറ്റർ പോലും ഇതേവരേക്കും അജിത്തിന് കിട്ടിയിട്ടില്ല. Still this ugly habit of his won't go. So ഇപ്പോഴും എന്നാൽ പോലും അങ്ങനെ ഒരു സംശയാസ്പദമായ ഒരു ലെറ്റർ പോലും അജിത്തിന് കിട്ടിയിട്ടില്ല. എന്നാൽ പോലും അജിത്തിൻ്റെ ഈ ബാഡ് ഹാബിറ്റ് അയാളിൽ നിന്ന് വിട്ടുമാറില്ല. Not with Nomita's anger, not with her taking offense, not with bitter reproaches, her trying to shame him, sarcasm, not with anything. So she had tried every ways. എല്ലാ രീതിയിലും അവളത് ശ്രമിച്ചിട്ടുണ്ട്. അതായത് not with Nomita's anger, not with her taking offense, not with bitter reproaches. So reproaches means വഴക്ക് പറയുക. സോ അവൾ ദേഷ്യം കാണിച്ചാൽ പോലും, അല്ലെങ്കിൽ പരിഭവം കാണിച്ചിട്ടായാലും, അല്ലെങ്കിൽ അയാളോട്
വഴക്ക് പറഞ്ഞാലും, ഹർ ട്രൈങ് ടു ഷെയിം ഹിം, അയാളെ കളിയാക്കിയാൽ പോലും, പരിഹസിച്ചാൽ, സർക്കാസം, നോട്ട് വിത്ത് എനിത്തിങ്, പരിഹസിച്ചാൽ പോലും ഒന്ന് കൊണ്ടുപോലും, അതായത് അവൾ ഏതൊക്കെ രീതിയിൽ നോക്കിയിട്ടും, ദേഷ്യപ്പെട്ട് നോക്കി, വഴക്ക് പറയുന്നു, കളിയാക്കുന്നു, പരിഹസിക്കുന്നു, ഇതൊന്നും കൊണ്ട് തന്നെ അയാളുടെ ആ ഒരു സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല. ഇഫ് ഷീ മെൻഷൻസ് ഇറ്റ്, ഫസ്റ്റ് ഹി ട്രൈസ് ടു ലാഫ് ഇറ്റ് അവേ. And if laughter doesn't get him out of deep water, he scolds her. So, if she mentions it, അതിനെക്കുറിച്ച് അവൾ പറയുകയാണെങ്കിൽ അയാൾ ആദ്യം എങ്ങനെയാണ് അതിനെ ചിരിച്ചു തള്ളും. And if laughter doesn't get him out of deep water, he scolds her. ആ ചിരിച്ച് തള്ളുന്നത് കൊണ്ട് പോലും അവൾ വീണ്ടും ദേഷ്യപ്പെടുകയാണെങ്കിൽ അയാൾ തിരിച്ച് അവളെ വഴക്ക് പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അവയെല്ലാം അയാൾ എങ്ങനെയാണ് ചിരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞു. ചിലപ്പോൾ അയാൾ അവളെ ഭയങ്കരമായി ശകാരിക്കുകയും ചെയ്തു. She sits perfectly still for a minute and reads the letter through. So, അവൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് ആ ലെറ്റർ എന്താണെന്ന് വായിക്കുന്നു. It is nothing much, a letter from Nomita's mother. അത് വേറൊന്നും തന്നെ ആ ലെറ്ററിൽ ഉണ്ടായിരുന്നില്ല, നോമിതയുടെ അമ്മയിൽ നിന്നുള്ള ലെറ്ററാണ്. It is her standard speech. The good woman has once again placed on the record the news of her various hardships and complaints getting worse, misfortune upon misfortune. The ceiling of her room is cracked and the rainwater falls through in ceaseless streams. If this is not immediately remedied, she will have to die crushed under the weight of a collapsed roof. Of course, she does not dread that eventuality. Her daughter is a queen, her son-in-law high-minded, large-hearted. Therefore, etc. etc. സോ ആ ലെറ്ററിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അത് നോമിതയുടെ അമ്മയുടെ ലെറ്ററാണ്. അതിലെന്തൊക്കെയാണ് ഒരുപാട് അവരുടെ കഷ്ടപ്പാടിൻ്റെയും അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ, അവരുടെ മുറിയുടെ മേൽക്കൂര പൊട്ടിപ്പൊളിഞ്ഞു, മഴവെള്ളം അകത്തേക്ക് ഒരുപാട് വീഴുന്നു, ഇങ്ങനെ പിന്നെ ഇത് നന്നാക്കിയില്ലെങ്കിൽ മേൽക്കൂര ഇടിഞ്ഞ് അവരുടെ പുറത്തേക്ക് വീണേക്കാം എന്നൊക്കെയുള്ളത്. Okay, so it is nothing much, a letter from Nomita's mother. It is her standard speech. The good woman has once again placed on the record the news of her various hardships and complaints getting worse. ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നതിനെ കുറിച്ച് പറയുകയാണ്. മിസ്ഫോർച്യൂൺ അപ്പോൺ മിസ്ഫോർച്യൂൺ, അതായത് ദൗർഭാഗ്യങ്ങൾ ഒന്നിനെ മേലെ ഒന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. ദ സീലിംഗ് ഓഫ് ഹർ റൂം ഇസ് ക്രാക്ഡ്, അവരുടെ മേൽക്കൂര പൊട്ടിപ്പൊളിഞ്ഞു പോയി. ദെൻ ദ റെയിൻ വാട്ടർ ഫോൾസ് ത്രൂ ഇൻ സീസ്ലെസ് സ്ട്രീംസ്, മഴവെള്ളം അകത്തേക്ക് അരുവി പോലെ വീഴുന്നു. ഇഫ് ദിസ് ഇസ് നോട്ട് റിമീഡിയറ്റ്ലി റെമഡീഡ്, അത് ശരിയാക്കിയില്ല എങ്കിൽ ഷീ വിൽ ഹാവ് ടു ഡൈ ക്രഷ്ഡ് അണ്ടർ ദ വെയ്റ്റ് ഓഫ് എ കൊളാപ്സ് റൂഫ്. ആ മേൽക്കൂര ഇടിഞ്ഞ് വീണ് അവർ ചിലപ്പോൾ മരിച്ചു പോയേക്കാം. Of course, she does not dread that eventuality. Her daughter is a queen, her son-in-law high-minded, large-hearted. Therefore, etc. etc. സോ അവളുടെ മകളൊരു രാജ്ഞിയെ പോലെയും മരുമകൻ ഭയങ്കര മഹാമനസ്കനാണ്, വിശാല ഹൃദയമുള്ളവനാണ്, അങ്ങനെ അങ്ങനെ ഓരോന്നായിട്ട് പറയുന്നു. An indigent widow without husband or son, she was successful in consigning her daughter to a wealthy family's house on the strength of looks alone. So an indigent widow എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡിജൻ മീൻസ് ഒരു ഒന്നുമില്ലാത്ത പാവപ്പെട്ട ഒരു വിഡോ ആണ്. ഭർത്താവ് മരിച്ചുപോയി. വിത്തൗട്ട് ഹസ്ബൻഡ് ഓർ സൺ, ഭർത്താവില്ല, ഒരു മകനുമില്ല. ബട്ട് ഷീ വാസ് സക്സസ്ഫുൾ ഇൻ കൺസൈനിങ് ഹെർ ഡോട്ടർ ടു എ വെൽത്തി ഫാമിലീസ് ഹൗസ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ലുക്സ് അലോൺ. സോ പാവപ്പെട്ട കുടുംബത്തിലുള്ളവരാണ് അവർ. പക്ഷേ നോമിതയുടെ സൗന്ദര്യം കാരണം മാത്രം ആ വയസ്സായ സ്ത്രീ എങ്ങനെയാണ് ഒരു വലിയ പണമുള്ള ഒരു കുടുംബത്തിലേക്ക് അവളെ വിവാഹം കഴിപ്പിച്ചയക്കാനായിട്ട് അവർക്ക് സാധിച്ചു. ബട്ട് ദ ഗുഡ് ലേഡി ഹാസ് നെവർ സ്റ്റോപ്പ് ടേക്കിംഗ് ക്രെഡിറ്റ് അറ്റ് ദ സ്ലൈറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഹർ സ്കിൽ ഇൻ ദ മാറ്റർ. പക്ഷേ ആ സ്ത്രീ എങ്ങനെയാണ് അവർ ഇതെങ്ങനെ സാധിച്ചു? അതായത് നോമിതയെ ഇത്രയും വലിയൊരു കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചയച്ചത് അവരുടെ ആ ഒരു കഴിവ് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ അവർ പൊങ്ങച്ചം പറയുന്നത് ഒരിക്കലും നിർത്തിയില്ല. But the good lady has never stopped taking credit at the slightest opportunity for her skill in the matter. And she has been finding such opportunities all along. So എപ്പോഴും അത് പറയാനുള്ള ഒരു അവസരത്തിന് വേണ്ടി അവർ കാത്തിരിക്കും. Whenever Ajit sees a new letter from Nomita's mother, he smiles derisively and says, "Why bother to read that? I will go and fill out a money order form." So അജിത്ത് എപ്പോഴും നോമിതയുടെ അമ്മയുടെ ലെറ്റർ കിട്ടുമ്പോൾ ആദ്യം ചെയ്യുന്ന എന്താണ്? ഹി സ്മൈൽസ് ഡെറിസിവ്ലി ആൻഡ് സേസ്. ഡെറിസിവ്ലി മീൻസ് പുച്ഛത്തോടുകൂടി ചിരിച്ചുകൊണ്ട് പറയും, വൈ ബോദർ ടു റീഡ് ദാറ്റ്? ഞാൻ എന്തിനാണത് കഷ്ടപ്പെട്ട് വായിക്കുന്നത്?
ഐ വിൽ ഗോ ആൻഡ് ഫിൽ ഔട്ട് എ മണി ഓർഡർ ഫോം. ഞാൻ ഒരു മണി ഓർഡർ മണി ഓർഡർ ഫോം ഫില്ല് ചെയ്ത് അങ്ങ് അയച്ചേക്കാം. എന്ന് വെച്ചാൽ എന്താണ്, അവർ മിക്കവാറും അവരുടെ എന്തെങ്കിലും കഷ്ടപ്പാടുകൾ പറഞ്ഞുകൊണ്ടായിരിക്കും ആ ലെറ്റർ എഴുതുന്നത്. സോ അതെന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞ് കാശിന് വേണ്ടിയിട്ടായിരിക്കും. സോ അത് ഞാൻ വായിക്കേണ്ട ആവശ്യം പോലും ഇല്ല എന്ന് നോമിതയുടെ അമ്മയുടെ ഒരു ലെറ്റർ കാണുമ്പോൾ അയാൾ പുച്ഛത്തോടു കൂടി ഓർക്കും. എന്നിട്ട് ഞാനിതൊരു മണി ഓർഡർ ഫോമിൽ ഒതുക്കാവുന്നതേ ഉള്ളൂ, അതായത് കുറച്ച് കാശ് അയച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ, അത് വായിക്കേണ്ട കാര്യം പോലും ഇല്ല എന്നാണ് അജിത്ത് എപ്പോഴും ചിന്തിക്കുന്നതും പറയുന്നത്. നോമിതാസ് ഹെഡ് ഹാങ്സ് ലോ വിത്ത് ഷെയിം ആൻഡ് ദ ഇൻസൾട്ട് ഓഫ് ഇറ്റ്. ഇത് കേൾക്കുമ്പം നോമിതയ്ക്ക് ഭയങ്കരമായിട്ട് ഇൻസൾട്ടഡ് ആകും. സോ സം ടൈം എഗോ, ഔട്ട് ഓഫ് ആങ്കർ ആൻഡ് ഗ്രീഫ്, നോമിത ഫോർബേഡ് ഹർ മദർ ഫ്രം റൈറ്റിംഗ് ടു ഹർ ഓൺ പോസ്റ്റ് കാർഡ്സ്. സോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആ ഒരു ഇൻസൾട്ട് കാരണം നോമിത ആ ഒരു ദേഷ്യവും സങ്കടവും ഒക്കെ കൊണ്ട് അവളുടെ അമ്മയെ ഇനിയും ഇങ്ങനത്തെ പോസ്റ്റ് കാർഡ്സ് അയക്കരുത് എന്ന് നോമിത അമ്മയോട് പറഞ്ഞു. ഫോർബേഡ് ഹർ മീൻസ് അതിനെ തടയുക. ഓക്കെ, ലെറ്റർ അയക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നോമിതയുടെ അമ്മയോട് She thought that from then on she would try to send her a little money, whatever she could pull together in secret. So അവൾ എന്താണ് വിചാരിച്ചത്? അപ്പോഴത്തൊട്ട് അവർക്ക് കുറച്ച് കാശെങ്കിലും അയച്ചു കൊടുക്കാനായി ശ്രമിക്കണമെന്ന് നോമിത വിചാരിച്ചു. അവൾക്ക് കഴിയുന്നത് എന്തെങ്കിലും ഒന്ന് രഹസ്യമായിട്ട്. So this was what came of letters in envelopes too. Suddenly നോമിത ഫ്ലെയിംസ് ഇൻ ടു ആങ്കർ അറ്റ് ഹർ മദർ. സോ വീണ്ടും ലെറ്റർ കണ്ടപ്പോൾ നോമിതയ്ക്ക് ഭയങ്കരമായിട്ട് അവളുടെ അമ്മയോട് ദേഷ്യം വന്നു. Why does she keep on begging like this? എന്തിനാണ് ഇങ്ങനെ യാചിക്കുന്നത് അമ്മ? Why won't she let Nomita keep her self-respect, her dignity? അതായത് അവളുടെ ആ ഒരു അഭിമാനം അല്ലെങ്കിൽ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്തുകൊണ്ടാണ് അവർ എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ഓർക്കാത്തത് എന്താണ്? No, this time she will write and tell her mother clearly, I can't do anymore, don't hope for anything from me. So ഇപ്രാവശ്യം അവൾ ലെറ്റർ എഴുതാൻ തന്നെ തീരുമാനിച്ചു. അതായത് എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്നിൽ നിന്ന് അധികം ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന് അമ്മയ്ക്ക് എഴുതാൻ വേണ്ടി തന്നെ അവൾ തീരുമാനിച്ചു. Right then, Ajit steps into the room after finishing his leisurely Sunday bath. Nomita's sharp indignation at the insult, simmering all this while, seems to want to dash itself violently against him. Nomita roars out, when did this letter arrive? So ആ സമയത്ത് തന്നെ, right then, Ajit steps into the room after finishing his leisurely Sunday bath. So സൺഡേ ആണ്, അവധി ദിവസമാണ്. സോ വളരെയധികം ലെഷർലി ആയിട്ടുള്ളൊരു ബാത്തൊക്കെ കഴിഞ്ഞ് ആ സമയത്താണ് അജിത്ത് അകത്തേക്ക് കയറി വരുന്നത്. നോമിതാസ് ഷാർപ്പ് ഇൻഡിഗ്നേഷൻ അറ്റ് ദ ഇൻസൾട്ട്. ഇൻഡിഗ്നേഷൻ മീൻസ് ദേഷ്യം. ആ ഒരു ഇൻസൾട്ട് കൊണ്ടുള്ള ആ ഒരു ദേഷ്യം അവൾക്ക് ഭയങ്കരമായിട്ട് വന്നു. സിമ്മറിങ് ഓൾ ദിസ് വൈൽ. സിമ്മറിങ് മീൻസ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ദേഷ്യം. സീംസ് ടു വോണ്ട് ടു ഡാഷ് ഇറ്റ് സെൽഫ് വയലൻ്റ്ലി അഗേൻസ്റ്റ് ഹിം. സോ അത് അയാളോട് ഭയങ്കരമായിട്ട് അവൾക്കൊരു ദേഷ്യം വന്നു. അത് അയാളോട് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് തോന്നി. ഓക്കെ, സോ വളരെ ദേഷ്യത്തോടു കൂടി വെൻ ഡിഡ് ദിസ് ലെറ്റർ അറൈവ്, ഈ ലെറ്റർ എന്നാണ് വന്നത് എന്ന് അവൾ ചോദിക്കുന്നു. Ajit glances at her obliquely. Obliquely means what? ഇങ്ങനെ ചെരിഞ്ഞ് എസ്റ്റിമേറ്റിംഗ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹിസ് എറർ. സോ അയാളുടെ തെറ്റ്, അതായത് അയാൾക്കത് തെറ്റാണ് എന്ന് തോന്നുന്നു. ഓക്കെ, സ്വയം അത് അയാൾക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് അയാൾ മനസ്സിലാക്കുന്നു. Another handful of cash for this, he had thought, and decided not to give the letter to Nomita. He was going to tear it up and throw it away. He has made a big mistake. So ഈ ഒരു ലെറ്ററിന് വീണ്ടും ഒരു ഹാൻഡ്ഫുൾ ഓഫ് ക്യാഷ് ആയിരിക്കുമെന്ന് അയാൾ വിചാരിച്ചു. അതുകൊണ്ട് തന്നെയാണ് അയാൾ ആ ഒരു ലെറ്റർ അവൾക്ക് കൊടുക്കാതെ വച്ചിരുന്നത്. ഓക്കെ, അത് എറിഞ്ഞ് കളയണം എന്നാണ് അയാൾ വിചാരിച്ചിരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അയാൾ പോക്കറ്റിൽ വച്ചിരുന്നതും. പക്ഷേ അത് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് അയാൾ വിട്ടുപോയി. അതാണ് അയാൾക്ക് ഒരു ബിഗ് മിസ്റ്റേക്ക് ആയിട്ട് തോന്നുന്നത്. ഓക്കെ, സോ കാരണം ഈ ലെറ്റർ കൊണ്ട് അയാൾക്ക് കുറച്ച് ക്യാഷാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. സോ അത് ആ ലെറ്റർ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് അയാൾ മറന്നുപോയി. നോട്ട് ദാറ്റ് അജിത്ത് ഇസ് ഗോയിങ് ടു ഫീൽ അബാഷ്ഡ് അബൌട്ട് ദാറ്റ്. അബാഷ്ഡ് എന്ന് വെച്ചാൽ ഷെയിംഫുൾ, നാണം തോന്നുക. ഓക്കെ, സോ ആസ് ദോ ട്രൈങ് ഹാർഡ് ടു റിമെമ്പർ ഹി സേസ്, ലെറ്റർ? വാട്ട് ലെറ്റർ? Oh, yes, indeed, there was a letter from your mother. I just hadn't got around to giving it to you. So അയാൾ ആദ്യം അത് മനസ്സിലായതുപോലെ ഭാവിച്ചിട്ടില്ല. എന്നിട്ട് പെട്ടെന്ന് ഓർത്തെടുക്കുന്നത് പോലെ
ലെറ്ററോ? ഏത് ലെറ്റർ? ഓ ഓക്കെ ഓക്കെ, എനിക്കിപ്പോൾ ഓർമ്മ വന്നു, നിൻ്റെ അമ്മ അയച്ച ലെറ്റർ അല്ലേ? ഓ, ഞാനത് നിനക്ക് തരാൻ വേണ്ടിയിട്ട് മറന്നുപോയി എന്ന് പറയുകയാണ്. Why hadn't you got around to it? Why? Answer me. Why hadn't you got around to it? സോ അതായത് എന്താണ്, അവൾക്ക് ഭയങ്കരമായിട്ട് അത് ദേഷ്യം വന്നു. ഓക്കെ, സോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് ഒരിക്കലും മാറുന്നില്ല എന്ന് അവൾ ചോദിക്കുന്നു. അജിത്തിന് ഭയങ്കരമായി ദേഷ്യം വരുന്നു. വാട്ട് എ ന്യൂസൻസ്, അജിത് സേസ്. ഐ ഹാഡ് ഫൊഗോട്ടൺ, വൈ എൽസ്, ഞാനത് മറന്നുപോയി, അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തുകൊണ്ട് തരാതിരിക്കണം എന്ന് അജിത്ത് പറയുന്നു. ലയർ, നോമിത ഹിസസ് ലൈക്ക് എ സ്നേക്ക്. സോ നോമിത അയാളെ കള്ളൻ എന്ന് വിളിക്കുകയാണ്, നുണയൻ എന്ന് വിളിക്കുകയാണ്, ഒരു പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട്. അവൾക്ക് ഭയങ്കരമായി ദേഷ്യം വരുന്നു. വൈ ആർ യു സേയിങ് വാട്ട് എവർ കംസ് ടു യുവർ മൗത്ത്, ഡോണ്ട് പീപ്പിൾ ഫൊഗെറ്റ്. സോ അപ്പോൾ അജിത്ത് പറയാണ്, നിനക്ക് വായിൽ തോന്നുന്ന എല്ലാം നീ എന്തിനാണ് വിളിച്ചു പറയുന്നത്? ആൾക്കാർ മറന്നു പോവില്ലേ? നോ ദേ ഡോണ്ട്. വൈ ഡിഡ് യു ഓപ്പൺ മൈ ലെറ്റർ? ആൾക്കാർ അങ്ങനെ പെട്ടെന്നൊന്നും മറക്കുമൊന്നുമില്ല എന്നവൾ പറയുകയാണ്. നിങ്ങൾ എന്തിനാണ് എൻ്റെ ലെറ്റർ ഓപ്പൺ ചെയ്തത്? അതായത് എനിക്ക് വന്ന ലെറ്റർ എന്തിനാണ് നിങ്ങൾ ഓപ്പൺ ചെയ്തത്? ദിസ് ചാർജ് അജിത് ട്രൈസ് ടു സ്കാറ്റർ ടു വിൻസ്. വാട്ട് ഇഫ് ഐ ഓപ്പൺഡ് ഇറ്റ്, മൈ ഓൺ വൈഫ്സ് ലെറ്റർ. സോ ഇങ്ങനത്തെ ഒരു കുറ്റം എന്ന് വെച്ചാൽ എന്താണ്, അയാൾ അതിനെ തള്ളിക്കളഞ്ഞു. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് വന്ന ലെറ്റർ ഞാൻ ഓപ്പൺ ചെയ്തതിൽ എന്താണ് കുഴപ്പം എന്ന് അജിത്ത് ചോദിക്കുന്നു. ബി ക്വൈറ്റ്, ഐ ടെൽ യു. For what reason should you open my letters? Haven't I told you 1,000 times not to? സോ അവൾ പറയാണ്, നോമിത പറയുന്നു, ബി ക്വയറ്റ്, ഞാൻ പറയാം. എന്ത് റീസണിനാണ് നിങ്ങൾ എൻ്റെ ലെറ്റർ ഓപ്പൺ ചെയ്യുന്നത്? അതായത് ഞാൻ നിങ്ങളോട് ഹാവൻറ്റ് ഐ ടോൾഡ് യു 1,000 times not to, ലെറ്റർ എനിക്ക് വരുന്ന ലെറ്റർ ഓപ്പൺ ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് നോമിത ചോദിക്കുന്നു. അജിത് doesn't fear Nomita's anger. He fears a row. So he smiles an affected smile and says, if you are forbidding it, then it is a definite something. So അജിത്തിന് എന്താണ്, അവൾ ദേഷ്യപ്പെട്ടത് കണ്ടൊന്നും അയാൾക്ക് എന്താണ് അയാൾക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. അയാൾ വിഷയം മാറ്റാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. സോ ഹി സ്മൈൽസ്, അയാൾ ചിരിച്ചുകൊണ്ട് പറയുന്നു, ഇഫ് യു ആർ ഫോർബിഡിങ് ഇറ്റ്, അതായത് നിനക്ക് വരുന്ന ലെറ്റർ നീ തുറക്കരുത് എന്ന് പറയുകയാണെങ്കിൽ ദെൻ ഇറ്റ് ഈസ് എ ഡെഫിനറ്റ് സംതിങ്, അതായത് അതിലെന്തോ ഉണ്ട്. ഓക്കെ, ഷുഡൻ ഐ മേക്ക് ഷുവർ ദാറ്റ് നോ വൺ ഇസ് പാസിങ് യു ലവ് ലെറ്റേഴ്സ് ഇൻ സീക്രട്ട്. സോ ഞാൻ നിനക്ക് ആരും ലവ് ലെറ്റർ തരുന്നില്ല എന്ന് ഞാൻ ഉറപ്പ് വരുത്തണ്ടേ എന്നൊരു തമാശ രീതിയിൽ അയാൾ പറയുകയാണ്. ഓക്കെ, സ്റ്റോപ്പ് ഇറ്റ്, വാട്ട് എ കോമൺ വൾഗർ മാൻ യു ആർ. സോ ഇത് കേട്ടപ്പോൾ നോമിതയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. നോമിത പറയുന്നു, എന്ത് വൃത്തികെട്ട മനുഷ്യനാണ് നിങ്ങൾ എന്ന് നോമിത അയാളോട് ചോദിക്കുന്നു. ആഫ്റ്റർ ദിസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ അജിത് ടു സ്മൈൽ ഹിസ് ഫേക്ക് സ്മൈൽ എനി ലോങ്ങർ. സോ ഇതും കൂടെ കേട്ടപ്പോൾ അയാൾക്ക് ആ ഒരു എന്താണ്, ഇതുവരേക്കും അയാൾ വച്ചിരുന്ന ആ ഒരു ചിരി അയാൾക്ക് തുടരാൻ കഴിഞ്ഞില്ല. അയാൾക്കും ദേഷ്യം വന്നു. Now he too picks up the poisoned knife. He says, is that so? Those who whine day and night and hold out their palms to their son-in-law, they are the high-class people. A dung picker's daughter becomes a queen, and so shut up, Nomita yells. So now he too picks up the poisoned knife. സോ ഇവിടെ പോയിസൺഡ് നൈഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് നൗ ഹീ ടു പിക്സ് അപ്പ് ദ പോയിസൺ നൈഫ്. ഇപ്പം അയാളും ആ വിഷം പുരട്ടിയ ആ കത്തി എടുത്തു എന്ന് വെച്ചാൽ എന്താണ്, നോമിത നേരത്തെ എടുത്ത ആ അതേ വിഷം പുരട്ടിയ കത്തി എന്ന് വെച്ചാൽ ആ ഒരു ആങ്കർ, ദേഷ്യം വരുന്നതിനെയാണ് പറയുന്നത്. സോ അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ അജിത്തും എടുത്തത്. ഓക്കെ, നൗ ഹീ ടു പിക്സ് അപ്പ് ദ പോയിസൺ നൈഫ്. ഹീ സേസ്, ഇസ് ദാറ്റ് സോ? ദോസ് ഹു വൈൻ ഡേ ആൻഡ് നൈറ്റ്. വൈൻ മീൻസ് ക്രൈങ് ലൈക്ക് എ സ്മോൾ ചൈൽഡ്, കൊച്ചുകുട്ടികളെ പോലെ കരയുന്നതിനെയാണ് പറയുന്നത് വൈൻ. സോ ദോസ് ഹു വൈൻ ഡേ ആൻഡ് നൈറ്റ് ആൻഡ് ഹോൾഡ് ഔട്ട് ദിയർ പാംസ് ടു ദിയർ സൺ ഇൻ ലോ, ദേ ആർ ദ ഹൈ ക്ലാസ് പീപ്പിൾ. സോ രാത്രിയും പകലും ഒക്കെ കിടന്ന് എന്താണ് കൊച്ചുകുട്ടികൾ പോലെ കരയുന്ന എന്താണ് സ്വന്തം കൈ മരുമകന് നേരെ നീട്ടുന്ന, ദേ ആർ ദ ഹൈ ക്ലാസ് പീപ്പിൾ. അതായത് അമ്മയെ പറയുന്നതാണ്, നോമിതയുടെ അമ്മയെ പറയുന്നതാണ്. എന്ന് വെച്ചാൽ എന്താണ്, മരുമകന് മുന്നിൽ കാശിന് വേണ്ടി യാചിക്കുന്ന നിൻ്റെ അമ്മയെ പോലുള്ള വ്യക്തികളാണോ അപ്പം യഥാർത്ഥത്തിൽ എന്താണ് ഹൈ ക്ലാസ് പീപ്പിൾ എന്ന് പറയേണ്ടത് എന്ന് ചോദിക്കുന്നു. ദെൻ എ ഡങ് പിക്കേഴ്സ് ഡോട്ടർ. ഡങ് പിക്കർ മീൻസ് വൺ ഹൂ പിക്സ് ഡങ്. ഓക്കെ, ഈ ചാണകം വാരുന്ന ആൾക്കാരുടെ മകൾ ബിക്കംസ് എ ക്വീൻ. അതായത് ഇയാളെ വിവാഹം ചെയ്തതോടുകൂടി ഒരു ഡങ് പിക്കറിൻ്റെ മകളായിരുന്ന നീ
ഒരു ക്വീനായി, ഒരു രാജ്ഞിയായി. ആൻഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ നോമിത പറയുന്നു ഷട്ട് അപ്പ്. നോമിത യെൽസ്. ഷീ ബിക്കേം വെരി ആംഗ്രി. Their room is on the 3rd floor. That is a blessing. Otherwise, with that scream, everyone would have come to look. So, അവരുടെ റൂം എന്ന് പറയുന്നത് 3rd ഫ്ലോറിലാണ്. ദാറ്റ് ഈസ് എ ബ്ലെസ്സിങ്. ബ്ലെസ്സിങ് ഇൻ ദ സെൻസ് അതൊരു അനുഗ്രഹമാണ്. എന്ന് വെച്ചാൽ എന്താണ്? അതർവൈസ് നോമിതയുടെ ആ ഒരു സ്ക്രീം കാരണം എവ്രി വൺ വുഡ് ഹാവ് കം ടു ലുക്ക്. എല്ലാവരും അത് കേട്ട് വന്നേനെ. ഷട്ട് അപ്പ്. അജിത് റോൾസ് ഔട്ട്. വാട്ട് ഷട്ട് അപ്പ്? I'll do what I want, what I please. What will you do? Can you do anything? So അജിത് അലറി വിളിക്കുകയാണ്. ഷട്ട് അപ്പ്. എന്നോട് പറയുകയാണോ? വാട്ട് ഷട്ട് അപ്പ്? ഐ വിൽ ഡു വാട്ട് ഐ വാണ്ട്. എനിക്ക് എന്താണോ വേണ്ടത് ഞാനത് ചെയ്യും. വാട്ട് ഐ പ്ലീസ്, അതായത് എനിക്കിഷ്ടമുള്ളത് എന്തും ഞാൻ ചെയ്യും. വാട്ട് വിൽ യു ഡു? നീ അതുകൊണ്ട് എന്ത് ചെയ്യും? ക്യാൻ യു ഡു എനിത്തിങ്? അതായത് എനിക്കിഷ്ടമുള്ള എന്തും ഞാൻ ചെയ്യും. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? I can't do anything. Almost panting, Nomita pronounces each word clearly. You want to see if I can do anything? So Nomita ചോദിക്കുന്നു, I can't. എനിക്കൊന്നും പറ്റില്ലേ? I can't do anything. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ? She is almost panting. അതായത് ഇങ്ങനെ കിതയ്ക്കുക. Nomita pronounces each word clearly. ദേഷ്യത്തിലാണ് എങ്കിൽ പോലും അവൾ വളരെ ക്ലിയർ ആയിട്ടാണ് ഓരോ വാക്കുകൾ പറയുന്നത്. You want to see if I can do anything? അതായത് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് കാണണോ? And immediately she does something that is astonishing. She grabs Ajit's matchbox that is lying near his cigarettes on the table, and she lights a matchstick and touches it to her sari. So പെട്ടെന്ന് തന്നെ അവൾ എന്ത് ചെയ്തു? അവൾ ഈ ഭയങ്കര ദേഷ്യത്തിലാണ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവൾ ചെയ്തത്. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഷീ ഡസ് സംതിങ് ദാറ്റ് ഇസ് അസ്റ്റോണിഷിങ്. അതായത് എന്താണ് ചെയ്തത് അവൾ? എനിക്ക് എന്ത് ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവൾ ഷീ ഗ്രാബ്സ് അജിത്സ് മാച്ച് ബോക്സ് ദാറ്റ് ഈസ് ലൈയിങ് നിയർ ഹിസ് സിഗരറ്റ്സ് ഓൺ ദ ടേബിൾ. ആൻഡ് അതായത് അയാളുടെ സിഗരറ്റിന് അടുത്ത് വെച്ചിരുന്ന മാച്ച് ബോക്സ് എടുത്ത് അതിനെ ലൈറ്റ് ചെയ്യാണ്, കത്തിക്കുകയാണ്. ഓക്കെ. ആൻഡ് എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ തീപ്പെട്ടിക്കൊള്ളി കത്തിച്ചതിന് ശേഷം ഷീ ടച്ചസ് ഇറ്റ് ടു ഹർ സാരി, അതായത് അവളുടെ സാരിയിലേക്ക് കൊണ്ട് കൊളുത്തുകയും ചെയ്തു. ഇൻസ്റ്റൻ്റ്ലി ഇറ്റ് ഫ്ലെയേഴ്സ് അപ്പ് ദ വെരി ഫൈൻ ആങ്കിൾ ഓഫ് എ വെൽത്തി വൈഫ്സ് സാരി. ഇൻസ്റ്റൻ്റ്ലി ഇറ്റ് ഫ്ലെയേഴ്സ് അപ്പ് ദ വെരി ഫൈൻ ആങ്കിൾ ഓഫ് എ വെൽത്തി വൈഫ്സ് സാരി. സോ പെട്ടെന്ന് തന്നെ ഫ്ലെയേഴ്സ് അപ്പ് മീൻസ് പെട്ടെന്ന് തന്നെ അത് കത്തിപ്പിടിക്കുകയാണ്. ഓക്കെ. The very fine angle of a wealthy wife's saree. So ഒരു പണക്കാരൻ്റെ ഭാര്യയുടെ സാരി എന്ന് വെച്ചാൽ അത്രയ്ക്ക് വിലപിടിപ്പുള്ള ആ സാരി പെട്ടെന്ന് തന്നെ അത് കത്തിപ്പിടിക്കാൻ തുടങ്ങി. The very next instant, Ajit, have you gone mad? He says, and jumps to her side and grabs the burning patch and slaps it between his hands and puts out the fire. So പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു? അജിത്ത് ചോദിക്കുന്നു, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ ഓടി വന്ന് അവൻ്റെ കൈകൊണ്ട് തന്നെ ആ തീ കെടുത്തുകയും ചെയ്യുന്നു. ഓക്കെ. ആൻഡ് ടു ടെൽ ദ ട്രൂത്ത്, നൗ ഹീ ഈസ് എ ലിറ്റിൽ അഫ്രെയ്ഡ്. ഹി ലുക്സ് ഫിയർഫുള്ളി അറ്റ് നോമിതാസ് ഫേസ്. സോ യഥാർത്ഥം പറയുകയാണെങ്കിൽ ഇപ്പോൾ അയാൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു തുടങ്ങി. നോമിതയുടെ മുഖത്തേക്ക് അയാൾ പേടിയോടുകൂടി നോക്കി. Sees a fire burning there, bright blazing red. സോ അവളുടെ മുഖത്തൊരു തീ ഇങ്ങനെ കത്തുന്നത് പോലെ ബ്ലേസിങ്, അതായത് റെഡ് കളറിൽ അയാൾക്ക് തോന്നി. He doesn't have the courage to put out that fire by slapping it between his hands. So he tries to pour water on it. With great difficulty, he attempts to speak normally. You lose all common sense when you get angry, don't you? A woman and such anger. Oof. So he doesn't have the courage to put out that fire by slapping it between his hands. അതായത് ആ തീ കെടുത്താൻ വേണ്ടിയിട്ട് അയാളുടെ കൈകൾക്കിട്ട് എന്ന് വെച്ചാൽ വീണ്ടും ദേഷ്യത്തിൽ സംസാരിക്കാനായിട്ട് അയാൾക്ക് കറേജ് ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ദേഷ്യത്തിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ വീണ്ടും അവൾ എങ്ങനെ പ്രതികരിക്കും എന്ന് അയാൾക്കറിയില്ല. സോ ഹി ട്രൈസ് ടു pour വാട്ടർ ഓൺ ഇറ്റ്. എന്ന് വെച്ചാൽ എന്താണ്? ആ ദേഷ്യത്തിലേക്ക് വെള്ളം കോരി ഒഴിക്കുക എന്ന് വെച്ചാൽ അവളെ നോർമലായിട്ട് വീണ്ടും പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അയാൾ ശ്രമിച്ചു. വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽട്ടി ഹി അറ്റംപ്റ്റ്സ് ടു സ്പീക്ക് നോർമലി. അതായത് സാധാരണ സംസാരിക്കുന്നത് പോലെ ദേഷ്യമൊന്നുമില്ലാതെ സംസാരിക്കാനായിട്ട് അയാൾ ശ്രമിക്കുന്നു.
യു ലൂസ് ഓൾ കോമൺ സെൻസ് വെൻ യു ഗെറ്റ് ആംഗ്രി, ഡോണ്ട് യു? അതായത് നിനക്ക് ദേഷ്യം വരുമ്പോൾ നിൻ്റെ ആ ഒരു കോമൺ സെൻസ് എല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് അല്ലേ? എ വുമൺ ആൻഡ് സച്ച് ആങ്കർ. എന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, ഒരു സ്ത്രീയാണ് നീ, നിനക്ക് സ്ത്രീക്ക് എങ്ങനെ ഇത്രയും ആങ്കർ വരുന്നു, എങ്ങനെ ഇത്രയും ദേഷ്യം വരുന്നു? Who knows what Nomita would have said next? But right then, her niece Rini steps into the room. So, Nomita എന്താണ് പറയാൻ പോകുന്നതെന്ന് ആർക്കറിയാം. പക്ഷേ അപ്പോൾ തന്നെ ആ സമയം തന്നെ അവളുടെ നീസ് ആയിട്ടുള്ള റിനി റൂമിലേക്ക് വന്നു. Immediately she says, piercingly, so, Kurima, how much longer does the washerman have to wait? Kurima means ഇവിടെ അച്ഛൻ്റെ ഇളയ സഹോദരൻ്റെ മകനെ ഭാര്യയെ വിളിക്കുന്നതാണ്. അതായത് ഈ റിനിയുടെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയാണ് നോമിത. സോ ഹൗ മച്ച് ലോങ്ങർ ഡസ് ദ വാഷർമാൻ ഹാവ് ടു വെയിറ്റ്? എത്ര നേരം വാഷർമാന് വെയിറ്റ് ചെയ്യണം? അതായത് റിനി ഇവിടെ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു വാഷർമാന് കൊടുക്കാൻ. ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഗിവ് ഹിം എനി ഓഫ് യുവർ ക്ലോത്ത്സ് അറ്റ്ലീസ്റ്റ് ടെൽ ഹിം ദാറ്റ്. സോ വേറെ അഴുക്ക് പിടിച്ച ഡ്രസ്സൊന്നും ഇല്ല എങ്കിൽ അയാളോട് അതൊന്ന് പറഞ്ഞു വിടാം. For a second or two, Nomita is still perhaps recalling the washerman's face, waiting for her downstairs. Then she picks up the dirty clothes and starts sorting them. She says in a calm tone, "Go tell him I'm coming. I'm bringing the clothes." സോ പെട്ടെന്നാണ് നോമിതയ്ക്ക് വാഷർമാൻ താഴെ ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നത് ഓർമ്മ വന്നത്. സോ പെട്ടെന്ന് തന്നെ അവൾ ഡേർട്ടി ക്ലോത്ത്സ് ഒക്കെ എടുക്കുന്നു ആൻഡ് അതിനെ സോർട്ട് ചെയ്യാൻ തുടങ്ങുന്നു. എന്നിട്ട് റിനിയോട് പറയുന്നു, ഗോ ടെൽ ഹിം ഐ എം കമ്മിങ്. വാഷർമാനോട് പറയൂ ഞാൻ വരുന്നുണ്ട് എന്ന് പറയൂ. ഐ എം ബ്രിങ്ങിങ് ദ ക്ലോത്ത്സ്. സോ ഞാൻ ക്ലോത്ത്സ് ഇപ്പോൾ തന്നെ കൊണ്ടുവരാം. നോമിത സ്പീക്സ് ഹർ മൈൻഡ്. സോ നോ വൺ അറ്റാക്സ് ഹർ ഔട്ട് റൈറ്റ് ടു ഹർ ഫേസ്. ദേ ഓൺലി പിഞ്ച് ഹർ വിത്ത് ഷാർപ്പ് വേർഡ്സ്. സോ നോമിത അവളുടെ മനസ്സിൽ എന്തുണ്ടോ അതങ്ങ് തുറന്നു പറയും. സോ അതുകൊണ്ട് തന്നെ ആരും അവളെ ഔട്ട് റൈറ്റ് ആയിട്ട് അങ്ങനെ അറ്റാക്ക് ചെയ്യില്ല, അവളുടെ മുഖത്ത് നോക്കി പറയില്ല. പക്ഷേ ഷാർപ്പ് വേർഡ്സ് കൊണ്ട് അവളെ കുത്തി നോവിക്കും. Her second sister-in-law is almost exhausted with work this morning, and seeing her, she puts a twisted smile on her sweat-streaked face and says, "Well, that's something at least you finally decided to come down from upstairs, Baba. There is no good or bad time for you. You find the smallest excuse to go into your room and get cozy with your husband. Does the love talk never get old?" So, അവൾ താഴേക്ക് വന്നപ്പോൾ ഹർ സെക്കൻഡ് സിസ്റ്റർ ഇൻ ലോ ഭയങ്കരമായിട്ട് അവർ വർക്ക് ചെയ്ത് ടയേർഡായിരിക്കുകയാണ് മോർണിംഗ് തൊട്ട്. സോ ഇവളെ കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് മുഖത്തെങ്ങനെയാണ് നിറച്ച് വേർത്തൊക്കെ ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ ആ ഒരു ജോലി ചെയ്ത് തളർന്നിരിക്കുന്നതിനെ കാണിക്കുന്നതാണ്. സോ ദാറ്റ് ഈസ് സംതിങ് അറ്റ് ലീസ്റ്റ് യു ഫൈനലി ഡിസൈഡഡ് ടു കം ഡൗൺ ഫ്രം അപ്സ്റ്റേഴ്സ്. സോ അവസാനം നീ മുകളിൽ നിന്ന് താഴേക്ക് വരാനായിട്ട് തീരുമാനിച്ചു അല്ലേ? Baba, there is no good or bad time for you. You find the smallest excuse to go into your room and get cozy with your husband. Does the love talk never get old? അതായത് നിനക്ക് നല്ല സമയമെന്നോ ചീത്ത സമയമൊന്നും ഇല്ല അല്ലേ? നിനക്ക് ഏത് സമയം കിട്ടിയാലും നീ പെട്ടെന്ന് അങ്ങ് മുകളിലേക്ക് പോകും, പിന്നെ നിൻ്റെ ഹസ്ബൻഡിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ ലവ് ടോക്ക് ഒരിക്കലും പഴയതായി പോവില്ല, എന്ന് വെച്ചാൽ അതിനൊരു അവസാനമില്ലേ എന്ന് ചോദിക്കുകയാണ്. നോമിത ലുക്സ് അറൗണ്ട് വൺസ് ടു ഗെറ്റ് എ സെൻസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. സോ നോമിത ഒന്ന് ചുറ്റും നോക്കുന്നു, അതായത് എന്തൊക്കെയാണ് അറ്റ്മോസ്ഫിയർ, അതായത് ചുറ്റും എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കുന്നു. സീസ് ദ ഹേർലി ബേർലി ഓഫ് ദ മോർണിംഗ്. ഹേർലി ബേർലി മീൻസ് ആ ഒരു മോർണിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, ഒരു ഭയങ്കര നോയ്സി ആയിട്ട് ജോലികളെല്ലാം പെട്ടെന്ന് തീർക്കുന്ന ആ ഒരു കോലാഹലം. സീസ് ദ ഫോറസ്റ്റ് ഓഫ് പീപ്പിൾ ഓൺ ഈതർ സൈഡ്. സോ രണ്ട് സൈഡും ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട്. ഫോറസ്റ്റ് ഓഫ് പീപ്പിൾ മീൻസ് എല്ലാവരും കൂട്ടം കൂടി നിൽക്കുന്നതിനെയൊക്കെയാണ് പറയുന്നത്. എല്ലാവരും ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. ആൻഡ് സോ ഷീ ടു സ്മൈൽസ് എ സ്മോൾ സ്മൈൽ ആൻഡ് സേസ് ഇൻ എൻ എക്സ്ട്രീംലി സോഫ്റ്റ് വോയിസ്, "ഓ, ഇറ്റ് ഈസ് നത്തിങ് ലൈക്ക് ദാറ്റ്. യു ഷുഡ് കം ആൻഡ് പീക്ക് ഇൻ സം ടൈം. അവർ ടോക്ക് ഇസ് ഓൾ ആംഗ്രി ടോക്ക്. ഡു യു നോ?" സോ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നത്, അതായത് വളരെ ശാന്തമായിട്ടുള്ള ശബ്ദത്തിൽ നോമിത പറയുകയാണ്, "ഓ, ഇറ്റ് ഈസ് നത്തിങ് ലൈക്ക് ദാറ്റ്. യു ഷുഡ് കം ആൻഡ് പീക്ക് ഇൻ സം ടൈം." വല്ലപ്പോഴും ഒക്കെ ജസ്റ്റ് ഒന്ന് വന്ന് ഒളിഞ്ഞ് നോക്കണം. ആ ടോക്ക് ഇസ് ഓൾ ആംഗ്രി ടോക്ക്. ദേഷ്യത്തിലാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞങ്ങൾ മീൻസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇവിടെ എന്താണ്, ലവ് ടോക്കൊന്നും അല്ല, ആംഗ്രി ടോക്കാണ്. ഡു യു നോ? Major wife laughs hoo and says, "Stop it now wife." So here it is, major wife means second oldest brother's wife.
സോ നൗ വൈഫ് മീൻസ് ഫോർത്ത് ഓൾഡസ്റ്റ് ബ്രദേഴ്സ് വൈഫ്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംസാരിച്ച് കളിയാക്കുന്ന പോലെ പറയുകയാണ്. അവർ ചിരിച്ചുകൊണ്ട് സ്റ്റോപ്പ് ഇറ്റ്, ഡോണ്ട് കവർ അപ്പ് ദ ഫോർബിഡൻ ഫിഷ് വിത്ത് യുവർ പയസ് സ്പിനാച്ച്. വി ഹാവൻ ബീൻ റേസ്ഡ് ഓൺ ഡോങ്കി ഗ്രാസ്. വൈ ഡു വി നീഡ് ടു പീക്ക് ഇൻ? വാട്ട് യു ആർ ഷോയിങ് അസ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഐസ് 24 hours a day. സോ ഷീ ഈസ് സെയിങ് സ്റ്റോപ്പ് ഇറ്റ്. അതായത് ഞങ്ങളിൽ നിന്ന് അതൊന്നും മറയ്ക്കാനായിട്ട് ശ്രമിക്കേണ്ട. ഡോണ്ട് കവർ അപ്പ് ദ ഫോർബിഡൻ ഫിഷ് വിത്ത് യുവർ പയസ് സ്പിനാച്ച്. സോ അവർ പറയാണ് എനിക്കിതിന് എന്താണ്, ഞങ്ങളിങ്ങനെ ഡോങ്കി ഗ്രാസ് കഴിച്ചൊന്നും അല്ല വളർന്നത്. എന്ന് വെച്ചാൽ എന്നെ കളിയാക്കണം, അല്ലെങ്കിൽ എന്നോട് കള്ളം പറയേണ്ട കാര്യമില്ല. എനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് എനിക്കറിയാം. അങ്ങനെ സ്നേഹവർത്തമാനങ്ങളല്ല പറയുന്നത് എന്ന് അഭിനയിക്കുകയൊന്നും വേണ്ട. ഞാൻ മണ്ടിയൊന്നുമല്ല. ഒളിഞ്ഞു നോക്കേണ്ട ആവശ്യവും വൈ ഡു വി നീഡ് ടു പീക്ക് ഇൻ? എനിക്ക് ഒളിഞ്ഞു നോക്കേണ്ട ആവശ്യം എന്താണ്? നീ വാട്ട് യു ആർ ഷോയിങ് ആസ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഐസ് 24 hours a day. 24 മണിക്കൂർ നീ ഞങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമാശ പോലെ പറയുകയാണ്. നോമിത ലാവ്സ് എ ലാവ് ദാറ്റ് ക്യാൻ ബ്രിങ് എൻ അട്രാക്റ്റീവ് ഫ്ലഷ് ടു എ വൈറ്റ് ഫേസ്. ആഫ്റ്റർ ലാഫിങ് ദറ്റ് ലാഫ് ഷീ സേസ് ഗോ ഓൺ, യു സേ ദ നോട്ടിയസ്റ്റ് തിങ്. സോ അവളും ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട് കണ്ടിന്യൂ, നീ ഇതുപോലത്തെ നോട്ടി തിങ്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നോളൂ എന്ന് പറയുന്നു. അതായത് കുസൃതി വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നോളൂ എന്നുള്ള രീതിയിൽ പറയാണ്. ഓക്കെ, ദെൻ ദ ബിസി ബോറോ വൈഫ് റൺസ് അപ്പ്. Have you chopped the vegetables yet? Or are you just telling stories? And suddenly she stops and starts. What is that? What is this unlucky thing now, wife? How did you burn your ankle that way? So, എൽഡസ്റ്റ് ബ്രദേഴ്സ് വൈഫാണ്. അവരവിടേക്ക് വരുന്നു. വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തോ എന്ന് ചോദിക്കുന്നു. അതോ നിങ്ങളിപ്പോഴും കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു. ആൻഡ് സഡൻലി ഷീ സ്റ്റോപ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. ഇപ്പോഴാണ് പെട്ടെന്ന് എന്താണ് നോമിതയുടെ സാരി ഇങ്ങനെ കത്തിയിരിക്കുന്നത് കാണുന്നത്. സോ ഇതെന്താണ്, ഇതെങ്ങനെയാണ് കത്തിയത് എന്ന് അവൾ ചോദിക്കുന്നു. നോമിത ടു സ്റ്റാർട്ട്സ് ബട്ട് ഓൺലി ഫോർ എ മൊമെൻറ്റ്. The next instant, she folds the angle back quickly and says, laughing, "Oh, don't remind me. It is exactly what you keep warning me about. I didn't listen, and see what happened. I used my ankle to lift a hot pot of water off the stove, and that did it." So, സാരിയുടെ തുമ്പിങ്ങനെ കത്തിപ്പോയത് കണ്ട് ചോദിക്കുകയാണ്. അപ്പം നോമിത പെട്ടെന്ന് എന്ത് പറയണമെന്നായി. പക്ഷെ പെട്ടെന്ന് തന്നെ ബട്ട് ഓൺലി ഫോർ എ മൊമെൻറ്റ്, ഒരു നിമിഷത്തേക്ക് അങ്ങ് ഷോക്കായി. പെട്ടെന്ന് തന്നെ ആ സാരി തുമ്പെല്ലാം പിടിച്ചിട്ട് ചിരിച്ചുകൊണ്ട് പറയുന്നു, ഓ അതെന്നെ ഓർമ്മിപ്പിക്കരുത്. ഇറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് യു കീപ്പ് ഓൺ സെയിങ്. അതായത് എന്നോട് എപ്പോഴും വാൺ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അതായത് ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറയില്ലേ, അതുപോലെ ചൂടുവെള്ളം എടുത്തപ്പോൾ സ്റ്റവിൽ നിന്ന് ഞാൻ ഈ സാരിയുടെ തുമ്പ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ പിടിച്ചെടുത്തത്. അതോടുകൂടി അങ്ങനെയാണ് ഇത് കത്തിപ്പിടിച്ചതെന്ന് പറയുന്നു. Nomita pulls the basket of potatoes towards herself and sits down to peel potatoes. And in her mind, she keeps thinking about how she might be able secretly to send her mother a few rupees. She can't really write to her. I can't do any more. Don't hope for anything from me. So, നോമിത പെട്ടെന്ന് തന്നെ പൊട്ടാറ്റോസ് എടുത്ത് അതിനെ പീൽ ചെയ്യാൻ തുടങ്ങി. ആൻഡ് അപ്പോഴും അവളുടെ മനസ്സിൽ അവൾ ചിന്തിക്കുന്ന എന്താണ്, ഹൗ ഷീ മൈറ്റ് ബി ഏബിൾ സീക്രറ്റ്ലി ടു സെൻഡ് ഹർ മദർ എ ഫ്യൂ റുപ്പീസ്. അവളുടെ അമ്മയ്ക്ക് എങ്ങനെയാണ് കുറച്ച് കാശ് അയച്ചു കൊടുക്കുക എന്നാണ് അവൾ ചിന്തിക്കുന്നത്. അവളെ എഴുതണം എന്ന് വിചാരിച്ചു, അതായത് എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എഴുതണം എന്ന് വിചാരിച്ചുവെങ്കിലും ഷീ കാൺ റിയലി റൈറ്റ് ടു ഹർ. ഐ കാൺ ഡു എനി മോർ. ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ. എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് അയക്കാനായിട്ട് അവൾക്ക് കഴിഞ്ഞില്ല. Over there, the entire village knows Nomita is a queen. Nomita's husband is high-minded, large-hearted. So, അവളുടെ വില്ലേജിലാണെങ്കിൽ നോമിത എങ്ങനെയാണ്, ഒരു ക്വീനിനെ പോലെയാണെന്നാണ് വിചാരിക്കുന്നത്. അവളുടെ ഹസ്ബൻഡ് വളരെ ഹൈ മൈൻഡഡ് ആണ്, ലാർജ് ഹാർട്ടഡ് ആണ്, വിശാല മനസ്കനാണ് എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത്. This is precisely why I compare women to matchboxes. So, കഥ പറഞ്ഞതിന് ശേഷം വീണ്ടും റൈറ്റർ പറയാണ്, This is precisely why I compare women to matchboxes. ഇതുകൊണ്ടാണ് ഞാൻ സ്ത്രീകളെ മാച്ച് ബോക്സസുമായിട്ട് കമ്പയർ ചെയ്യാൻ കാരണം. Even when they have the materials within themselves to set off many raging fires, they never flare up and burn away the mask of men's high-mindedness, their large-heartedness. So, അവരുടെ ഉള്ളിൽ തന്നെ എല്ലാം കത്തി നശിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. പക്ഷെ അവരൊരിക്കലും മനുഷ്യൻ്റെ, അതായത് പുരുഷന്മാരുടെ ആ ഒരു മാസ്ക്, അതായത് അവളുടെ ഹസ്ബൻഡിനെ കുറിച്ച് ലാർജ് ഹാർട്ടഡ് ആണ്, ഹൈ മൈൻഡഡ് ആണ്, വിശാല മനസ്കനാണ് എന്നൊക്കെയാണ് പുറത്തറിയുന്നത്. പക്ഷെ അത് നശിപ്പിക്കാൻ അവൾ തുനിയുന്നില്ല.
ദേ ഡോണ്ട് ബേൺ അവേ ദെയർ ഓൺ കളർഫുൾ ഷെൽസ്. സോ അവരുടെ ആ ഒരു നിറം, വളരെ നല്ല നിറങ്ങളോട് കൂടിയുള്ള ആ ഒരു എന്താണ് പുറംചട്ട, അതിനെ അവൾ നശിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദേ വോണ്ട് ബേൺ ദെം. ദ മെൻ നോ ദിസ് ടു. സോ അവളത് നശിപ്പിക്കില്ല, അതായത് അയാളെ നാണം കെടുത്താൻ വേണ്ടി അവൾ ശ്രമിക്കില്ല എന്നത് പുരുഷന്മാർക്കും അറിയാം. ദാറ്റ് ഈസ് വൈ ദേ ലീവ് ദം സ്കാറ്റേർഡ് സോ കെയർലെസ്ലി ഇൻ ദ കിച്ചൺ. സോ അതുകൊണ്ടാണ് അവരെ, സ്ത്രീകളെ, കിച്ചണിൽ തന്നെ ഇങ്ങനെ അവരിട്ടേക്കുന്നത്. ഇൻ ദ പാൻട്രി, ഇൻ ദ ബെഡ്റൂം, ഹിയർ, ദെയർ, എനിവെയർ. സോ മാച്ച് ബോക്സ് എങ്ങനെയാണോ, മാച്ച് ബോക്സിനെ കിച്ചണിലും പാൻട്രിയിലും ഇവിടെയും അവിടെയും ഒക്കെ കിടക്കുന്നത് പോലെയാണ് സ്ത്രീകളെയും വലിച്ചു വാരിയിട്ടേക്കുന്നത്. ഒന്നുകിൽ കിച്ചണിൽ, പാൻട്രിയിൽ, ബെഡ്റൂമിൽ, ഇവിടെ അവിടെ, അങ്ങനെ പലയിടത്ത്. എന്ന് വെച്ചാൽ ഒരു വിലയും ഇല്ലാതെ കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ ചുറ്റുമുള്ളതെല്ലാം കത്തിച്ച് നശിപ്പിക്കാനുള്ള കഴിവുണ്ട് സ്ത്രീകൾക്ക് തന്നെ, പക്ഷേ അവരത് ചെയ്യുന്നില്ല. ക്വയറ്റ് വിത്തൗട്ട് ഫിയർ ദേ പുട്ട് ദെം ഇൻ ദിയർ പോക്കറ്റ്സ്. സോ ഒരു പേടിയുമില്ലാതെ അവരെന്ത് ചെയ്യുന്നു, അതിനെ പോക്കറ്റിലിടുന്നു. എന്ന് വെച്ചാൽ ആ മാച്ച് ബോക്സിനെ എടുത്ത് പോക്കറ്റിലിടുന്നു. എന്ന് വെച്ചാൽ ഇവിടെ മാച്ച് ബോക്സ് എന്നതുകൊണ്ട് റൈറ്റർ ഷീ കമ്പയർസ് മാച്ച് ബോക്സ് വിത്ത് വിമൻ. സ്ത്രീകളുമായിട്ടാണ് മാച്ച് ബോക്സിനെ കമ്പയർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മാച്ച് ബോക്സിന് ഒരു ലങ്ക തന്നെ 100 ലങ്കകൾ തന്നെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ അത് എവിടെയാണ്, കിച്ചണിലും പാൻട്രിയിലും ഒക്കെയാണ് കിടക്കുന്നത്, ബെഡ്റൂമിലും ഇവിടെയും അവിടെയും. അതുപോലെ തന്നെയാണ് സ്ത്രീകളും. അതായത് ഇവിടെ നോമിതയുടെയും അജിത്തിൻ്റെയും എക്സാമ്പിൾ, അജിത്തിൻ്റെ ആ ഒരു പുറംചട്ട, അയാളുടെ ആ യഥാർത്ഥ സ്വഭാവം മുന്നിലേക്ക്, ആൾക്കാരുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ നോമിതയ്ക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നോമിത അത് ചെയ്യില്ല. അവളുടെ ഉള്ളിൽ ആ ഒരു എന്താണ്, മാച്ച് ബോക്സിനെ പോലെ തന്നെ അയാളെ മൊത്തം കത്തിച്ച് നശിപ്പിക്കാനുള്ള ആ ഒരു കഴിവുണ്ട്, പക്ഷെ അവളത് ചെയ്യില്ല. അതാണ് പറയുന്നത് വിമൻ ഇസ് ലൈക്ക് മാച്ച് ബോക്സ്. കിച്ചണിലും പാൻട്രിയിലും ബെഡ്റൂമിലും ഇവിടെയും അവിടെയും ഒക്കെ കിടക്കും. ഓക്കെ, ദിസ് ഇസ് ദ സ്റ്റോറി. സോ ഇതാണ് മാച്ച് ബോക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ റൈറ്റർ മാച്ച് ബോക്സിനെ സ്ത്രീകളുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് ഒറിജിനലി റിട്ടൺ ഇൻ ബംഗാളി ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റഡ് ഫ്രം ബംഗാളി ബൈ പ്രസേൻജിത് ഗുപ്ത. Okay, so I hope you understand this lesson. Thank you so much.